ദേവകിയെയും വസുദേവനെയും ചങ്ങല കൊണ്ട് ബന്ധിച്ച് വീടിനുള്ളിൽ ഒരിടത്ത് മാത്രം താമസിപ്പിക്കാൻ കംസൻ മുതിർന്നതിന് കാരണമുണ്ട്. ഇവർ ജനിക്കുന്ന പുത്രൻ സാധാരണക്കാരെ പോലെ കർമ്മബന്ധത്തിന് അധീനനായിരിക്കുന്ന ജീവനായിരിക്കില്ലെന്ന് കംസൻ വിചാരിച്ചു. അവൻ അപ്രാകൃത സ്വരൂപനായിരിക്കുന്ന മഹാവിഷ്ണു ആകാനേ ന്യായമുള്ളൂ എന്നും കംസൻ വിചാരിച്ചു. അങ്ങനൊരു അതീത ബോധം മൂലം തന്റെ ക്രൂരതകൾ കംസൻ ഏറെ വീറോടെയാണ് അവരോട് കാണിച്ചത്. അതിനുശേഷം തന്റെ മണിമയ മന്ദിരത്തിൽ ഏകാന്തമായി സ്വസ്ഥത അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവവശാൽ കംസന് തന്റെ പൂർവ്വജന്മത്തെക്കുറിച്ച് ഓർമ്മ വന്നു. പൂർവ്വജന്മത്തിൽ താൻ കാലനേമി എന്നൊരു അസുരനായിരുന്നു എന്നും അന്ന് ഭഗവാൻ തന്നെ വധിച്ചതാണെന്നും ഇന്ന് ഈ ജന്മത്തിൽ ഇവിടെ ഞാൻ ഭോജരാജാവായി ജീവിക്കുന്നു, അഖിലേശ്വരനായ ഭഗവാൻ മനുഷ്യനായി അവതരിക്കുമെന്ന് കേൾക്കുകയും ചെയ്തു. ഈ ജന്മത്തിൽ ഭഗവാൻ എന്നെ കൊല്ലുകയാണെങ്കിൽ എനിക്ക് സംസാര ബന്ധത്തിൽ നിന്നും മുക്തി നേടി മോക്ഷം പ്രാപിക്കാം. ഭഗവാൻ എന്നെ വധിക്കുന്നതിന് കളമൊരുക്കാൻ ഞാൻ സാധുക്കളെ നിരന്തരം ദ്വേഷിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ രീതിയിൽ ആലോചിച്ച കംസൻ ദേവാംശജാതന്മാരായ സജ്ജനങ്ങളെ ദ്വേഷിക്കുകയും അങ്ങനെ ദ്വേഷിക്കുന്നതിൽ നിന്ന് ആനന്ദം അനുഭവിക്കുകയും ചെയ്തു. ദുർജനങ്ങളുടെ സഹചരനായ കംസൻ ആദ്യം തന്നെ തന്റെ പിതാവായ ഉഗ്രസേനനെ അദ്ദേഹം വിഷ്ണു ഭക്തനായിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ പിടിച്ച് ചങ്ങല കൊണ്ട് തളച്ച് ഇരുണ്ട മുറിയിൽ അടച്ചിട്ടു. ഇതൊക്കെയാണ് കംസന്റെ ലീലകള്. തന്റെ അനുചരന്മാരും ഭൃത്യന്മാരുമായി ചേർന്ന കംസൻ യദുവംശജരെയും വൃഷ്ണികളെയും ഗോപകുലത്തെയും മറ്റും വളരെയേറെ പീഡിപ്പിച്ചു. പ്രലംബകൻ, ചാരുണൻ, തൃണാവർത്തൻ, മൃഷ്ടികൻ, അരിഷ്ടകൻ, കേശി, ധേനുകൻ, അഖൽ, വിവിധൻ തുടങ്ങിയവരാണ് പൂതനയോടൊപ്പം ഇത്തരം ഉപദ്രവങ്ങൾ ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെട്ടത്. അവരെങ്ങും കടന്നു ചെന്ന് സത്തുക്കളെ ഉപദ്രവിക്കുകയും അവരെ പൊറുതി കെടുത്തുകയും ചെയ്തു. യാദവരും അവരുടെ കുടുംബങ്ങളും തങ്ങളുടെ വീടും സ്വത്തുമെല്ലാം ഉപേക്ഷിച്ച് വേഷപ്രച്ഛന്നരായി പല രാജ്യങ്ങളിൽ ചെന്ന് ഭൃത്യരായും മറ്റും ഗൂഢമായി വസിച്ചു. ചിലർ കോസലത്തിൽ അഭയം പ്രാപിച്ചു. മറ്റു ചിലർ വിദേഹം, നിഷധം, വിദർഭം മുതലായ രാജ്യങ്ങളിൽ അഭയം തേടി. അവർ ഏറെ ദുഃഖം അനുഭവിച്ചു. തങ്ങളുടേതായ സർവവും നഷ്ടപ്പെട്ട അവർ എങ്ങനെയാണ് സ്വസ്ഥത ലഭിക്കുക? അവർക്ക് ശത്രുവംശങ്ങളുടെ നേർക്ക് അങ്ങേയറ്റം ക്രൂരത കാട്ടണമെന്ന് കംസന് നിർബന്ധമായിരുന്നു. അസഹ്യമായ വേദനയിൽ അവർ പിടയണം. അപ്പോൾ മാത്രമേ ഭഗവാനെ ഏറ്റവും തീവ്രമായി വിളിച്ച് അവർ പ്രാർത്ഥിക്കുകയുള്ളൂ.